രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിട്ടുള്ള യുവതിയെ അപമാനിച്ചെന്ന കേസിൽ രാഹുൽ ഈശ്വറിന്റെ ലാപ്ടോപ്പ് ഉൾപ്പെടെ പോലീസ് കണ്ടെത്തിയതിന് പിന്നാലെ ഇപ്പോൾ രാഹുലിനെ ഇതാ മെഡിക്കലിനായി വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കുകയാണ്. ഇതുകൊണ്ടാണ് മെൻസ് കമ്മീഷൻ സുപ്രീം കോടതിയുടെ അർണേഷ് വിധിയുടെ ലംഘനമാണ്. ജനറൽ ആശുപത്രിയിലേക്ക് രാഹുൽ ഈശ്വറിനെ കൊണ്ടുപോകുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. വിവരങ്ങളുമായി ജിബിൻ ജെബി ചേരുകയാണ്. ജിബിൻ, എപ്പോഴേക്ക് ജനറൽ ആശുപത്രിയിൽ എത്തിക്കാനാകും രാഹുലിനെ? അക്ഷയ അല്പസമയത്തിനകം തന്നെ രാഹുൽ ഈശ്വറിനെ വൈദ്യ പരിശോധനയ്ക്ക് ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും. കുറച്ചു മുൻപാണ് തൈക്കാട്ടുള്ള പോലീസ് ട്രെയിനിങ് കോളേജിന്റെ അകത്തുള്ള സൈബർ സെല്ലിന്റെ ഓഫീസിൽ നിന്ന് രാഹുൽ ഈശ്വറിനെ പുറത്തേക്ക് ഇറക്കിയത്. പുറത്തേക്ക് ഇറക്കിയ സമയത്തും ഇന്ന് ഉച്ചയ്ക്ക് വീട്ടിൽ നിന്ന് പ്രതികരിച്ച് അതേപോലെ തന്നെയാണ്, അതായത് സുപ്രീം കോടതിയുടെ വിധിയുടെ ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള ഒരു പ്രതികരണമാണ് രാഹുൽ ഈശ്വറിന്റെ ഭാഗത്ത് നിന്നുണ്ടായത്. രാഹുൽ ഈശ്വറുമായുള്ള വാഹനം അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്തെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തും. മഞ്ചൂരിലുള്ള ജനറൽ ആശുപത്രിയിലേക്ക് എത്തും. അവിടെ വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഇന്ന് രാവിലെ ഇത് അർണേഷ് വിധി സുപ്രീം കോടതി വിധിയുടെ നഗ്നമായ ലംഘനമാണ്. This is freedom struggle for men and this is against the Arnesh Kumar verdict and I have not been served any notice. Police is claiming that they have served me notice. They have not served me any notice. So please remember, this is blatant disregard of Supreme Court verdict. ഇത് സുപ്രീം കോടതി വിധിന്യായങ്ങളുടെ ലംഘനമാണ്. ഇത് സുപ്രീം കോടതി വിധിന്യായത്തിന്റെ ലംഘനമാണ്. രാഹുൽ ഈശ്വറിനെ ജനറൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. രാഹുൽ, അതായത് മാധ്യമങ്ങളോട് എപ്പോഴൊക്കെ പ്രതികരിക്കാൻ അവസരം കിട്ടുന്നുവോ അപ്പോഴൊക്കെ രാഹുൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. പുരുഷന്മാർക്കായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ എന്നുള്ളതാണ് രാഹുലിന്റെ പ്രതികരണം. ജിബിൻ വിവരങ്ങളുമായി തുടരുന്നുണ്ട്. വിധിയുടെ ലംഘനമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് രാഹുൽ ഈശ്വർ പറയുന്നത്. കാരണം താൻ ആരെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള വീഡിയോകൾ കണ്ടന്റായി ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അനുകൂലിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ആ കാര്യം ഇനിയും താൻ തുടരുമെന്നുള്ള ഒരു കാര്യം തന്നെയാണ് രാഹുൽ ഈശ്വർ ഇവിടെയും ആവർത്തിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ രാഹുൽ ഈശ്വറിന്റെ പ്രതികരണം അത് തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA അനുകൂലിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും പോസ്റ്റുകളും കണ്ടന്റുകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഇടുന്നതും താൻ തുടരുമെന്ന് തന്നെയാണ് രാഹുൽ ഈശ്വർ ആവർത്തിക്കുന്നത്. പോലീസ് തന്നോട് ഇനി ഇത് ഇടരുത് എന്നുള്ള ഒരു നിലപാടാണ് അറിയിച്ചത്. പക്ഷെ താൻ അത് സാധിക്കില്ല എന്ന് പോലീസിനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം താൻ ആരെയും അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടില്ല. ആരുടെ പേര്